ദൈവനാമം മഹത്വപ്പെടട്ടെ. അഭിനന്ദനായ കരിപ്പാൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, നമ്മുടെ കൊച്ചച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രഭാത നമസ്കാരത്തിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ സംബന്ധിക്കണം എന്ന് വിചാരിച്ചാണ് നേരത്തെ ഇത് ഏറ്റിരുന്നത്. പക്ഷെ അവിചാരിതമായി എൻ്റെ ഇടവകയിൽ നിന്ന് അവിടെ ഈ പുതിയ സ്ഥാനക്കയറ്റം പ്രിൻസിപ്പലായി നിയമിച്ചതിൻ്റെ ആ നിയമനം കിട്ടിയതിൻ്റെ ഒരു അനുമോദനം നിർബന്ധമായിട്ടും അവിടെ ചെല്ലണമെന്ന് ഇടവകാരി അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അവിടെ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പറ്റാതെ വന്നത്. ഞാൻ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛൻ കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഇവിടെ ഒരു ദിവസം വരണമെന്നൊക്കെ ഞാനിങ്ങനെ ക്ഷണിക്കപ്പെടാതെ തന്നെ ഇവിടെ വന്ന വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കണമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണേലും അതിനുള്ളൊരു സന്ദർഭം ഇങ്ങനെ ഒരുങ്ങി. ഞാൻ ഈ സ്ഥാനലബ്ധി പ്രിൻസിപ്പൽ പ്രൊമോഷൻ കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് ഇന്നലെ തന്നെ ആവുമെന്നും ഇന്നലെ തന്നെ ചാർജ് എടുക്കേണ്ടി വരുമെന്നും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഏതാണേലും അതിനുശേഷം ആദ്യമായിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അത് ഈ വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നടക്കാനിടയാകുകയൊക്കെ ചെയ്തൊരു ഭാഗ്യവും ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കുഴിമറ്റം പള്ളി എനിക്ക് അത്ര അപരിചിതമായ ഒരു ദേവാലയമല്ല. ഞാൻ പല പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പലരും ഈ സദസ്സിലുണ്ട്. ഈ വളരെ പ്രശാന്ത സുന്ദരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ദേവാലയത്തിൽ കടന്നു വന്ന്, പ്രത്യേകിച്ച് ഈ വിദ്യാരംഭത്തിൻ്റെ ദിവസം അതിൽ വരുമ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. അതാണ് ഞാൻ ഒരല്പസമയം നിങ്ങളോടൊന്ന് എൻ്റെ ചില നിരീക്ഷണങ്ങളും ആശയങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഒരു ചാക്രിക സ്വഭാവമുണ്ട്. നമ്മൾ മനുഷ്യ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 365 ദിവസത്തിൻ്റെ ഒരു ചക്രം, അതിലാണ് നമ്മളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ നമ്മളും അതിനൊപ്പം കറങ്ങുക. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഒരു റൗണ്ട് എത്തുമ്പം ഒരു വർഷമെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ജൂൺ 1 നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യ അഭ്യസിക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ആ ഒരു വട്ടം നമ്മൾ ഈ അനന്തമായ പ്രപഞ്ചത്തിൽ കൂടി ഒന്ന് കറങ്ങി വീണ്ടും ഒരു ജൂൺ 1, ജൂൺ 2 നമ്മൾ എത്തിയിരിക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഞാൻ ഈ പെന്തിക്കോസ്തി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ സ്കൂളിൽ തുറക്കുന്നതിൻ്റെ ഒരു ഓർമ്മ എപ്പോഴും കിടക്കുന്നത്. കാരണം ഒന്നിലെ മെയ് അവസാനത്തെ ആഴ്ചയിലോ അല്ലെ ജൂൺ ആദ്യത്തെ ആഴ്ചയിലോ ഒക്കെ ആയിട്ടാണ് പെന്തിക്കോസ്തി പെരുന്നാൾ നമ്മൾ നടത്തുന്നത്. പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. പരിശുദ്ധ റൂഹായെ സംബന്ധിച്ച് ഉള്ള വർണ്ണനകളും വിവരണങ്ങളും ഒക്കെയാണ് ആ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിലാകട്ടെ, സദറാകളിലും പ്രോമിയോനുകളിലും ഗാനങ്ങളിലും എല്ലാം ഉള്ളത് ഹോളി സ്പിരിറ്റിനെ പറ്റി. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അറിവിൻ്റെ റൂഹായാണ്. അത് വെളിച്ചത്തിൻ്റെ റൂഹായാണ്. മനസ്സിലെ അന്ധത മാറ്റി അറിവ് പകർന്നു തരുന്ന റൂഹായാണ് എന്നൊക്കെ നമ്മൾ എന്തുമാത്രം പല രീതിയിൽ അത് പാടുകയും ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുമാത്രം അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മളത് ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ അറിവിൻ്റെ ഒരു ഉറവിടം, ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന നിരക്ഷരരായിരുന്ന മുക്കുവര്, അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പെന്തക്കോസ്തി ദിവസത്തിൽ സംഭവിച്ചപ്പോൾ അവർ വലിയ വിജ്ഞാനികളായി തീർന്നു. അവരെ ബഹുഭാഷാ വിദഗ്ധരായി മാറി. അവർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനും അവർ പറയുന്നത് ഏത് ഭാഷയിലും ദേശത്തുള്ളവർക്കും മനസ്സിലാക്കാൻ തക്ക ഒരു വലിയ അത്ഭുതം അവിടെ നടന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് തോമാസ് ലീഹ അറമായ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന തോമാസ് ലീഹ കേരളത്തിൽ വന്ന് ഇവിടെ അന്ന് എന്ത് ഭാഷ ഉണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ആ സംവേദനം സാധ്യമായത് ഈ പരിശുദ്ധാത്മ നൽവരം കൊണ്ടാണെന്നാണ് നമ്മൾ അതിശയത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഈ നമ്മൾ സ്കൂൾ വർഷത്തിലേക്ക് പോകുമ്പോൾ, ഒരു സ്കൂൾ തുറക്കുമ്പം, ഇവിടെ ഞാൻ വൈകിയാണ് വന്നുകൊണ്ട് അറിഞ്ഞുകൂടെ കുട്ടികളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെ ഒരു യാദൃച്ഛികത വന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം മാതാപിതാക്കളും കുട്ടികളും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ സ്കൂളുകളിൽ ഇനിയിപ്പം നടക്കാൻ പോകുന്നത് പഠനമെന്ന് പറയുന്നത് അത്
സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മ പ്രവർത്തനമാണ് നമ്മുടെ തലച്ചോറിൽ, കുട്ടികളുടെ മനസ്സിൽ, അല്ലെ അത് പകർന്നു കൊടുക്കുന്ന അധ്യാപകർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ ഹോളി സ്പിരിറ്റിൻ്റെ ആവാസം, അതിൻ്റെ പോഷണം തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ആത്മീയ തലം ചിന്തിച്ചുകൊണ്ടത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാനതിൽ എൻ്റെ അറിവും പ്രവർത്തന പരിചയമൊന്നും വളരെ പരിമിതമാണ് ആ മേഖലയിൽ. ഞാൻ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ചൈൽഡ് ആൻഡ് അഡോളസെൻറ്റ് മെൻ്റൽ ഹെൽത്ത്, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം എൻ്റെ ഇഷ്ടവിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കും കൗമാരപ്രായക്കാരുടെയും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ പഠന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ക്ലിനിക്കിൻ്റെ ചുമതല ഇന്നലെ കൊണ്ട് അതൊഴിഞ്ഞു ഔദ്യോഗികമായിട്ട്. എന്നാലും കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് അങ്ങനെ ഒരു സർവീസ് അവിടെ വലിയ കൊട്ടിഘോഷിക്കാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവീസാണ്. അപ്പോൾ അവിടെ വരുന്ന ചില അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ പരിമിതമായ സമയം കൊണ്ട് എല്ലാവർക്കും പ്രായോഗികമായിട്ട് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളിപ്പം സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപാട്, ബഹുമാനപ്പെട്ട അച്ഛനത് സൂചിപ്പിച്ചു, ഒട്ടും നല്ലതല്ലാത്തതായ ഒരു കാലഘട്ടമാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ഒരു ടോക്സിക് എൻവയൺമെൻ്റ് ഉണ്ട്. ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷ വായുവിലുള്ള മാലിന്യം. ഇപ്പം ഡൽഹിയിലൊക്കെ പോലുള്ള മഹാനഗരങ്ങളിൽ താമസിക്കുന്നവരുടെ ടോക്സിക് എൻവയൺമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നത് അന്തരീക്ഷത്തിലെ വായു അശുദ്ധമാണ്. പക്ഷേ കുഴിമറ്റം പോലുള്ളൊരു പ്രദേശത്ത് നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാർ, ഇവിടുത്തെ എയർ പ്യൂരിറ്റിയൊക്കെ വളരെ നല്ലത്, ധാരാളം മരങ്ങളും ഒരുപാട് പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന സ്ഥലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഇവിടുന്ന് അപ്പാടെ 4-5 കിലോമീറ്റർ അപ്പുറേ ഭാഗത്താനത്ത് അച്ഛൻ്റെ അയൽവാസിയായിട്ട് താമസിക്കും. ഒരുപാട് പ്രകൃതി ഭംഗി. അവിടെ നമ്മൾ വായുവിൻ്റെ കുഴപ്പമൊന്നുമില്ല, ശ്വസിക്കുന്ന വായുവിലല്ല. പക്ഷേ നമ്മളുടെ കുട്ടികളുടെയും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി തലച്ചോറിലേക്ക് എത്തുന്നതെല്ലാം വിഷമയമായി. ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും വായുവിൻ്റെയും കാര്യമല്ല ഞാൻ പറയും. നമ്മൾ കാണുന്ന കാഴ്ചകൾ വിഷലിപ്തങ്ങളാണ്, കേൾക്കുന്ന ശബ്ദങ്ങൾ അതിൻ്റെ കാഠിന്യം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ കണ്ടൻറ്റ് കൊണ്ടും നമ്മുടെ തലച്ചോറിനെ ടോക്സിക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന ഗന്ധങ്ങളും നമ്മൾ അനുഭവപ്പെടുന്ന രുചികളും നമ്മളുടെ സ്പർശനങ്ങൾക്കകത്തും എല്ലാം ഈ ടോക്സിസിറ്റി, ഒരു വിഷലിപ്തത കടന്നു വന്നിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്തും ഉണ്ടാകാത്ത, ഏതാണ്ട് ശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് 20 ലക്ഷം വർഷമായി നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രമാത്രം വിഷലിപ്തമായിട്ടുള്ളൊരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ഗന്ധം അനുഭവിക്കുന്നതും സ്പർശനം അനുഭവിക്കുന്നതും, ഇതിനെ നമ്മൾ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി ആണ് നമ്മുടെ തലച്ചോറിലേക്ക് ഇൻഫർമേഷൻ, ഇപ്പോഴത്തെ പുതിയ കാലത്തെ ഭാഷ അനുസരിച്ച് കഴിഞ്ഞാൽ ഡേറ്റ, ഈ ഡേറ്റ എത്തുന്നത് ഈ 5 ജനലുകളിൽ കൂടിയാണ്, 5 വാതായനങ്ങളിൽ കൂടിയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ഡേറ്റ വളരെ മോശം എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇവിടെ വരുമ്പോഴേ, കുട്ടികൾ കുറേ പേര് ഇവിടെയുണ്ട്. സാധാരണ പള്ളിയിലൊക്കെ പോയ ഇപ്പം ഇത്രയും ഭാഗത്ത് ആരും കാണത്തില്ല, കുറച്ച് പേര് ഇവിടെ ഉള്ളത് സൺഡേ സ്കൂളിൻ്റെ നടത്തിപ്പിൻ്റെ മികവുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ണുകളിൽ കൂടി നമ്മുടെ കുട്ടികളുടെ കാഴ്ചയിലേക്ക്, അവരുടെ തലച്ചോറിലേക്ക് എത്തുന്നത്, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട് അല്ലേ, അല്ലെ ഐപാഡുണ്ട്. അപ്പം അതിൽ കൂടുന്ന കാണുന്ന കാഴ്ചകൾ, നമ്മൾ മുതിർന്നവരുടെ കാര്യം മോശമൊന്നുമല്ല, കുട്ടികളെ കുറ്റം പറയില്ല. നമ്മളെല്ലാം ഫുൾ ടൈം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യം കൈ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവരും നോക്കിയാൽ മതി. എവിടെയായി മൊബൈൽ എവിടെയാണെന്ന് വെച്ചുകൊണ്ടിരിക്കും. ഞാനും തപ്പി നടന്നെന്ന് കുറേ സമയം. ഇതില്ലെങ്കിൽ നമ്മുടെ പ്രാണൻ പോയ പോലെയാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, വേറൊരു കാര്യം. പക്ഷേ ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾ കൂടി കടന്നു വരുന്ന കാഴ്ചകൾ, കോവിഡ് വന്ന സമയത്ത് തന്നെ നമ്മൾ പിള്ളേർക്കെല്ലാം മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ അത് പഠിക്കാനാണെന്നും പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പിള്ളേരതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നും പിള്ളേർക്കും അറിയാം, നമുക്കും അറിയാം അല്ലേ. അപ്പം ഈ ടോക്സിക് നമ്മുടെ കാഴ്ചയുടെ ദൃശ്യ അനുഭവങ്ങളാണ് നമ്മുടെ തലച്ചോറിൻ്റെ വികസനത്തിന് ഒരു വലിയ
ഹേതുവായിട്ട് മാറുന്നത്. തലച്ചോറിലേക്ക് എന്ത് ഡാറ്റയാണോ അകത്തോട്ട് പോകുന്നത് അത് തന്നെയാണ് പുറത്തോട്ട് പോകുന്നത്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ചപ്പുചവറുകൾ അകത്തോട്ട് പോകുന്നെങ്കിൽ ചപ്പുചവറ് തന്നെ പുറത്തേക്ക് വരും. അപ്പം കേൾക്കുന്ന പാട്ടുകളും കേൾക്കുന്ന ശബ്ദങ്ങളും, ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ 27-28 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നു ഇവിടെ. എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം കേൾക്കുന്ന വാർത്തകൾ, ഒരു നല്ല പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠന പുസ്തകങ്ങളല്ലാതെ പുസ്തകങ്ങൾ വായിച്ചവരൊക്കെ വളരെ കുറവാണ്. അപ്പം നമ്മുടെ തലച്ചോറിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കേൾവിയും സ്പർശവും ഗന്ധവും രുചിയും എല്ലാം വിഷലിപ്തങ്ങളാണതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. ഒരു സ്കൂൾ വർഷം തുടങ്ങുമ്പം കുട്ടികളും കുറച്ച് അധ്യാപകരിവിടെ കാണും, മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഉണ്ട്. ഇവരൊറ്റ കാര്യം നമ്മളൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം. വാട്ട് ഈസ് ഗോയിങ് ഇൻസൈഡ് ടു മൈ ചൈൽഡ്സ് ബ്രെയിൻ? എൻ്റെ കുട്ടിയുടെ അല്ലെ എൻ്റെ ഗ്രാൻഡ് ചൈൽഡിൻ്റെ പേരക്കുട്ടിയുടെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയും കേൾവിയും ഗന്ധവും രുചിയും സ്പർശനവും എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ കിട്ടും. അപ്പം ഇത് ബഹുമാനപ്പെട്ട സൺഡേ സ്കൂളിൻ്റെ ഒക്കെ ചുമതല വഹിക്കുന്ന ഗീവറീസ് കുര്യൻ സാറും ഒക്കെ ആയിട്ട് ഞാൻ അല്പം സംസാരിച്ചു, അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് അഡിക്ഷൻ, മൊബൈൽ ഫോൺ അഡിക്ഷനെ പറ്റിയൊക്കെ ഡോക്ടർ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഇത്രേ ഉള്ളൂ. നമ്മുടെ നെറ്റിൽ കൂടെ, മൊബൈലിൽ കൂടെ, ഐപാഡിൽ കൂടെ, നമ്മുടെ ലാപ്ടോപ്പിൽ കൂടെ ഒക്കെ തലച്ചോറിലേക്ക് കയറിപ്പോകുന്നത് ടോക്സിക് ഡാറ്റയാണ് ഭൂരിപക്ഷവും. അത് ഒഴിവാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, എത്ര സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നു, അവിടെ ചില നിയന്ത്രണങ്ങളും ചില നിബന്ധനകളും ആവശ്യമാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അഡിക്ഷനായിപ്പോയി, അഡിക്ഷൻ ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിനെ ആഹ്ലാദം പകരുന്ന എന്ത് കാര്യത്തിലൂടെ നമുക്ക് അഡിക്ഷൻ ഉണ്ടാകും. ചിലർക്ക് ഫുഡായിരിക്കും അഡിക്ഷൻ, ചിലർക്ക് ചില രാസപദാർത്ഥങ്ങളായിരിക്കും അഡിക്ഷൻ. മദ്യവും പുകയിലയും ഒക്കെ അങ്ങനത്തെ രാസപദാർത്ഥങ്ങൾ തലച്ചോറിൽ ആഹ്ലാദം തൽക്കാലം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനോട് അഡിക്ഷൻ വരും. അതുപോലെ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും അതിൽ നമ്മൾ കാണുന്ന റീൽസും അതിൽ നമ്മൾ കാണുന്ന മ്യൂസിക്കും ഒക്കെ നല്ലതിനെയും നല്ലതല്ലാത്തതിനെയും തിരിച്ചറിഞ്ഞ് ഒന്നും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. അപ്പോൾ അതിനുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മാതാപിതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നും കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ള ചില സവിശേഷമായിട്ടുള്ളൊരു ശ്രദ്ധ ഇതിനകത്ത് വേണം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ നല്ല തലച്ചോറാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു ജനസമൂഹമാണ് നമ്മൾ. നല്ല തലച്ചോറുകൾ ജനിതകമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ജനവിഭാഗമാണ് നമ്മളെന്ന് പറയാൻ നമുക്ക് അതിനകത്ത് മടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ജനിതകമായി കിട്ടിയിരിക്കുന്ന നല്ല തലച്ചോറിനകത്തേക്ക് ഈ ചപ്പചവറുകൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ഉണ്ടാവും. അവരുടെ ജീവിതത്തെ തന്നെ നമ്മൾ എത്ര നല്ല സ്കൂളിൽ കുട്ടികളെ വിട്ടാലും എത്ര നല്ല കോച്ചിങ് കൊടുത്താലും ഒരു പൊള്യൂട്ടഡ് ബ്രെയിൻ, ഒരു ടോക്സിക് ബ്രെയിൻ ആണ് അവിടെ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു 10-15 മിനിറ്റ് സമയം ഈ ദോഷങ്ങളല്ലാതെ എങ്ങനെ ഇതിനെ മെച്ചപ്പെടുത്താമെന്നുള്ളതിനെ പറ്റിയും കൂടി ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാനിതങ്ങ് കൺക്ലൂഡ് ചെയ്യാം. ആദ്യത്തെ ഒരു 5 വർഷം നമ്മൾ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് വരുന്ന ആദ്യത്തെ 9 മാസം നമ്മുടെ കണക്ക് നമ്മൾക്കെല്ലാം അറിയാം. ആ 9 മാസം നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പം ഗർഭിണികൾ അവർക്ക് വേണ്ട പോഷകങ്ങൾ, അവരുടെ അനീമിയ ഉണ്ടോ, അവരുടെ ഡയബറ്റീസ് ഉണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്നൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞ് ആരോഗ്യകരമായ കുഞ്ഞിൻ്റെ തലച്ചോറിലാണല്ലോ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെയും ചിന്തയുടെയും അവൻ്റെ ധിഷണയുടെയും എല്ലാം അടിസ്ഥാനം. രൂപപ്പെട്ട് വരണമെങ്കിൽ നല്ല ഒരു ഗാർഹിക അന്തരീക്ഷം ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മുടെ പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട്, നമ്മുടെ ആൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ, പഠനം, മാറി നിൽക്കലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കുടുംബത്തെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ഈ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ഒരു നല്ല ഗാർഹിക അന്തരീക്ഷം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു ജീവിതത്തിലെ പ്ലാനിങ് നമുക്ക് വേണം. ശാന്തവും സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഈ കുഞ്ഞ് കിടക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലാണെങ്കിലും പുറത്തു നിന്നുള്ള ശബ്ദങ്ങളും പുറത്തു നിന്നുള്ള വൈകാരിക അന്തരീക്ഷവും ഒക്കെ കുഞ്ഞിൻ്റെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം, നമ്മുടെ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്, പഠനം ഇമ്പോർട്ടൻ്റ് ആണ്, സാമ്പത്തികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അമ്മയുടെ ഉള്ളിൽ വളരുന്ന ആ കുഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സ് രൂപപ്പെടുന്ന, ആ തലച്ചോറ് രൂപപ്പെടുന്ന ആ സന്ദർഭത്തിലെ നല്ല ഒരു ഗാർഹിക അന്തരീക്ഷം. രണ്ടാമത്തത്,
ഈ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നാളെ പല കുട്ടികളെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നുണ്ട്, 3 വയസ്സുള്ള കുട്ടികളെയൊക്കെ കിൻഡർ ഗാർഡനുകളിൽ വിടുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയോ ഒരു ധാരണയുണ്ട് ഈ കുഞ്ഞിൻ്റെ തലച്ചോറും മനസ്സും ഒക്കെ രൂപപ്പെടുന്നത് സ്കൂളുകളിലാണ്. അതൊരബദ്ധമാണ്. സ്കൂളുകളിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ഒരു 4-5 വർഷം ഒരു കുഞ്ഞ് വീട്ടിൽ വളരുമ്പോഴാണ് അതിൻ്റെ തലച്ചോറിൻ്റെ രൂപപ്പെടലിൻ്റെ ഏതാണ്ട് 80-85% രൂപപ്പെടലും നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങിയ കാഴ്ചകളുടെ അനുഭവം, കേൾവിയുടെ അനുഭവം, ഗന്ധങ്ങളുടെ അനുഭവം, രുചിയുടെ അനുഭവം, സ്പർശനത്തിൻ്റെ അനുഭവം, ഈ 5 ഇന്ദ്രിയങ്ങളുടെ സ്റ്റിമുലേഷൻ വഴിയാണ് ഒരു 4-5 വയസ്സ് വരെ കുട്ടിയുടെ ബ്രെയിൻ രൂപപ്പെടുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ നമ്മൾ എന്ത് ശീലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആ വയറിങ് നടക്കുന്ന ടൈം. ഒരു വീടൊക്കെ പണിയുമ്പോൾ നമ്മളിപ്പം വയറിങ് പണ്ട് പുറത്ത് കാണാമായിരുന്നു, ഇപ്പം എല്ലാം അകത്തൂടെയാണ് വയറിങ്. ബ്രെയിൻ അതുപോലെയാണ്, എല്ലാ വയറിങ് അകത്തൂടെയാണ്. നല്ല ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് വയറിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര നല്ല രീതിയിലുള്ള ഉപകരണങ്ങൾ പുറമേ കൊണ്ട് പിടിപ്പിച്ചാലും അത് ശരിക്കും പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് ഈ ബ്രെയിൻ വയറിങ് നടക്കുന്ന ഈ ആദ്യത്തെ നിർണായകമായ 4-5 വർഷങ്ങൾക്കുള്ളിൽ കുട്ടികളുടെ കണ്ണിൽ നല്ല കാഴ്ചകളെ എത്താവുള്ളൂ. അവർ കാണേണ്ടത് ഈ ഗെയിമുകളുടെ, മത്സരങ്ങളുടെ, വെടിയുടെയും വലിയ ഒച്ചപ്പാട്. ചില വീടുകളിൽ ചെന്നാൽ മുകളിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ കേൾക്കാം. അപ്പോൾ അവിടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുക, വെടിയും കാർ ഓടിക്കലും റേസിങ്ങും എല്ലാം. അപ്പോൾ ആ രീതിയിൽ തലച്ചോറ് രൂപപ്പെടുകയുള്ളൂ. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അക്രമാസക്തിയും ക്ഷമയില്ലാത്തതും എന്തും ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള തലച്ചോറുകൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അതേസമയം കുഞ്ഞുങ്ങളെ നമ്മൾ അവരുടെ കാഴ്ചയിലേക്ക് വേണ്ട പ്രകൃതിയുടെ ദൃശ്യങ്ങൾ അവർ കാണുന്നു. ദേവാലയത്തിൽ വരുമ്പോഴത്തേക്കിന് ഈ ത്രോണോസിൻ്റെ മനോഹര ദൃശ്യം കാണുന്നു. നമ്മൾ വിചാരിക്കും 4-5 വയസ്സ് വരെ കുട്ടികൾക്കൊന്നും അറിയത്തില്ലെന്ന്. പക്ഷേ 4-5 വയസ്സിനുള്ളിലാണ് ഇതെല്ലാം ബ്രെയിനിൽ ഇംപ്രിൻ്റഡ് ആകുന്നത്. അപ്പോൾ അവർ കാണേണ്ട കാഴ്ചകൾ വിശുദ്ധ ത്രോണോസിൻ്റെ അതിമനോഹരമായ സ്വർഗത്തെയാണ്. അവിടെ യെശയ്യാ ദീർഘദർശി ആ ദർശനത്തിൽ കണ്ട സ്വർഗമാണ് സുറിയാനി പാരമ്പര്യത്തിലെ മദ്ബഹ. ആ ചിത്രപ്പണികളും ഐക്കൺസും ഒക്കെയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ. ആ കാഴ്ചകളാണ് കുട്ടികൾ കാണുന്നത്. പ്രകൃതിയുടെ കാഴ്ചകളാണ് കുട്ടികൾ കാണുന്നത്. ശബ്ദങ്ങൾ കുട്ടികൾ കേൾക്കേണ്ടത്, മിക്കവാറും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശബ്ദം കേൾക്കാൻ പോലും ഇല്ല. കാര്യം ചെവിക്കകത്ത് സാധനം തിരികെ വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ കൂടെ കയറുന്നത് അത് ഹിയറിംഗ് പ്രോബ്ലമായിട്ട് ഒരുപാട് ആൾക്കാർ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ, നമ്മുടെ ജോർജ് സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ENT ഡോക്ടർമാരുടെ അടുത്തൊക്കെ കുട്ടികളുടെ ഹിയറിംഗ് പ്രോബ്ലമായിട്ട് ചെല്ലുന്നു. അപ്പോൾ അത് പോട്ടെ, ഹിയറിങ്ങിൻ്റെ പ്രോബ്ലത്തേക്കായി കൂടുതൽ ഈ ശബ്ദങ്ങൾക്കനുസരിച്ചിട്ട് അവൻ്റെ തലച്ചോറ് രൂപപ്പെടുന്നുണ്ട്. ആ നല്ല ശബ്ദങ്ങൾ, ഒരു മഴയുടെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു വളർത്തുമൃഗങ്ങളുടെ ശബ്ദമോ ഒരു പുഴ ഒഴുകുന്ന ശബ്ദമോ ഒരു കാറ്റത്തെ ഇലകളുടെ മർമ്മര ശബ്ദങ്ങളോ, പള്ളിയിൽ വരുമ്പം ഇവിടുത്തെ ചെറിയ കുട്ടികളെ കൊണ്ട് പള്ളി വന്നാൽ വലിയ ശല്യമെന്ന് വിചാരിക്കും. പക്ഷേ ഈ പ്രാർത്ഥനകളും ഒക്കെ അവരുടെ തലച്ചോറിലേക്കാണ് രൂപപ്പെടുന്നത്. ഇതിന് നമ്മുടെ ട്യൂണുകളും ഇതൊക്കെ തലച്ചോറിലേക്ക് രേഖപ്പെടുത്തുന്ന സമയമാണ്. അപ്പം നല്ല ശബ്ദങ്ങൾ കുട്ടികളുടെ ചെവിയിൽ കേൾക്കണം. നല്ല രുചികൾ കുട്ടികളുടെ നാവിനെ ശീലിപ്പിക്കണം. സൊമാറ്റോയുടെയും പിന്നെന്താ മറ്റേ സാധനം സ്വിഗ്ഗിയുടെയും രുചികളുമാണ്. എല്ലാവരും പറഞ്ഞു തീരുന്നതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു സ്വിഗ്ഗിയിൽ നിന്ന്. അപ്പം അതിൻ്റെ രുചികൾ മാത്രം പരിചയപ്പെടും, നാടൻ രുചികൾ. ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്കിന് പണ്ട് അച്ഛൻ്റെയൊക്കെ പറമ്പ്, ഞങ്ങൾ കരിപ്പാൽ പറമ്പെന്ന്, ഞങ്ങളതിലേക്ക് അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മുഴുവൻ മാങ്ങായി ഒറ്റ പേരയിൽ ഒരു പേരയ്ക്കായും പഴുത്ത് തിന്നിട്ടില്ല. ഇത് ഞാൻ നോക്കുമ്പോൾ അവിടെ എല്ലാം താഴെ വീണ് കിടക്കുക. ആർക്കും വേണ്ട. പ്രകൃതിയുടെ രുചികൾ ആർക്കും വേണ്ട. കൃത്രിമ രുചികൾ നമ്മൾ ശീലിപ്പിച്ചിട്ട് പിന്നെ പറയുകയാണ് കുട്ടികൾ അങ്ങനെയാ ഇങ്ങനെയാ, ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പം പ്രകൃതിയുടെ രുചികളെ ശീലിപ്പിക്കുക, നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നിവൃത്തി വല്ലപ്പോഴും ഒരിക്കൽ മാത്രം. പിള്ളേർ വിചാരിക്കും ഇയാൾ എവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു എന്നാണ് ചിലരൊക്കെ വിചാരിക്കുന്നത്, അല്ലേ? പാര വെക്കാൻ വന്നിരിക്കുന്നു. അപ്പം നാടൻ രുചികൾ ശീലിപ്പിക്കുക. നല്ല സ്പർശനം, സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടച്ചും പാട്ടച്ചും ഒക്കെ പഠിപ്പിക്കുന്നു. പക്ഷേ നല്ല സ്പർശനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അവരെ ചേർത്ത് നിർത്താനും അവർക്ക്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ വിശദീകരിച്ച് പോകാൻ സമയമില്ല. ഇതാണ് 5 വർഷം വരെയുള്ള കുട്ടികളെ അവരുടെ ഉള്ളിലെ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റിന് ചുമ്മാതെ വന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് നല്ല ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷേ ഫ്ലൈറ്റ് വന്ന് എങ്ങോട്ടേലും ഇറക്കാൻ പറ്റുമോ? നമ്മൾ ബോയിങ് കമ്പനിയുടെ നിന്ന് 30 കോടി രൂപ കൊടുത്ത് ഫ്ലൈറ്റ് മേടിച്ചു, അതുകൊണ്ട് കുഴിമറ്റത്ത് ഇറക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അതിനുള്ള താവളം ശരിയാകണം, എന്നാൽ മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പരിശുദ്ധാത്മാവ് ആവാസം എന്നാണ് പറയുന്നത്, മുകളിൽ നിന്നും ആവസിക്കുന്നു പറയുന്നത് പോലെ. ഞാൻ ഈ ഒരു സങ്കല്പം പലപ്പോഴും വിചാരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ഇറങ്ങി
നമ്മുടെ ഉള്ളിലും നമ്മുടെ മക്കൾ, നമ്മൾ എത്ര അച്ഛൻ കൈവറപ്പിച്ചാലും പരിശുദ്ധാത്മാവ് ഇറങ്ങണമെന്നുണ്ട്, അതിൻ്റെ ഗ്രൗണ്ട് റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിത വിശുദ്ധിയാണ്. രണ്ടാമത് എളിമയാണ്. എളിമയും വിശുദ്ധിയും ഉള്ളിടത്തെ ആത്മാവ് ഇറങ്ങത്തുള്ളൂ. അല്ലാതെ അച്ഛന്മാരെത്ര പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവ് അതിലേക്ക് വന്നിട്ട് തിരികെ പോകുന്ന എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറയുന്നത് കൂടി പോകുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പം അത് ഇറങ്ങാൻ പറ്റിയ ഗ്രൗണ്ട് നമ്മുടെ മനസ്സുകളായിട്ട് രൂപപ്പെടുത്തണം. വിശുദ്ധിയും താഴ്മയുള്ള ഗ്രൗണ്ടിലെ ഹോളി സ്പിരിറ്റിന് ഇറങ്ങാൻ പറ്റുള്ളൂ. എങ്കിലേ അവിടെ ഈ അറിവിൻ്റെയും തെളിച്ചത്തിൻ്റെയും ഒക്കെ റൂഹ വരുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് വിശുദ്ധിയും അശുദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്. ഈ 5 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ തലച്ചോറ് രൂപപ്പെടുന്നത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 5 വർഷം നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന തലച്ചോറിന് കൊടുക്കുന്ന ഉത്തേജനങ്ങൾ വഴിയാണെന്ന് പറഞ്ഞു. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ചിട്ടപ്പെടുത്തലിൻ്റെ കാലഘട്ടം. അടുക്കും ചിട്ടയും വേണം. സ്നേഹം മാത്രം കൊടുത്താൽ പോരാ. സ്നേഹവാത്സല്യങ്ങൾ ഒരു വശത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ റൂൾസ്, നിയമങ്ങൾ. ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണം, പ്രാർത്ഥിക്കണം, കുളിക്കണം, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, സ്വന്തം മുറി അടുക്കിപ്പെറുക്കി വെക്കണം, സ്വന്തം തുണി മടക്കി വെക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എപ്പോൾ ഉറങ്ങണം, എപ്പം മൊബൈൽ ഫോൺ, എത്ര സമയം മുതൽ എത്ര സമയം വരെ മൊബൈൽ യൂസ് ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ശരിയായ രീതിയിലുള്ള ശിക്ഷണം. ശിക്ഷ എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ശിക്ഷണം. ശിക്ഷ വേറെ, ശിക്ഷ കൊടുക്കുന്നത് തെറ്റാണ്, അത് കുട്ടികളെ ശത്രുക്കളാക്കാനേ ഉപയോഗിക്കുകയുള്ളൂ. ശിക്ഷണം ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ആ ചിട്ടപ്പെടുത്തലുകളും ക്രമീകരണങ്ങളും നമ്മുടെ വീടുകളിലുണ്ടാവണം. ചിലരൊക്കെ ആണ്ടുതോറും വീട് കൂതാശ നടത്തുന്നുണ്ട്, നല്ല കൂലി. പക്ഷെ ആ ഭവന കൂതാശ നടക്കുന്നതിൻ്റെ കൂടെ ആ ഭവനം ചിട്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അവിടെ നിരന്ന് കിടക്കുന്ന പത്രവും മാസിക അടുക്കി വെക്കുന്നത് മുതൽ അവിടുത്തെ ഏറ്റവും പ്രധാന ചിട്ടപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഉണരുന്നത്, എപ്പോഴാണ് ഉറങ്ങുന്നുള്ളത്. അവധിക്കാലം കഴിയുക, പിള്ളേരാരും കൈവക്കാൻ പറയുന്നില്ല. ഒരു 6 മണി 6:30 മുമ്പ് ഉണരുന്ന എത്ര പേരുണ്ടെന്ന് പലരോടും ചോദിച്ചാൽ എപ്പോഴാണ് ഉണരുന്നത്? 10 മണി 11 മണി. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റിൽ 5 എല്ലാം കൂടി ബ്രഞ്ചായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് 11 മണിക്ക്. അപ്പോൾ ഇത് ഉറങ്ങുന്നതിൻ്റെ കാരണം 2 മണിക്കും 3 മണിക്കും ട്വിറ്ററിലും ഫേസ്ബുക്കിലും പിന്നെന്താ ഇൻസ്റ്റയിലും ഒക്കെ അതാ പറഞ്ഞു കഴിഞ്ഞു ഒക്കെ വളരെ സജീവമായിട്ടിരുന്ന് അയക്കുക. അപ്പോൾ ഈ നമ്മളാ പ്രകൃതിയുടെ താളക്രമം മുഴുവൻ തെറ്റിപ്പോവുക. രാത്രി 8-9 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങിയാൽ 7-8 മണിക്കൂർ തലച്ചോറിന് വിശ്രമം വേണം. വിശ്രമമല്ല, തലച്ചോറ് ജോലി ചെയ്യുകയാണ്. തലച്ചോറ് അടുക്കിപ്പെറുക്കൽ നടത്തുന്ന സമയമാണ് ആ ഒരു 6-7 സമയം, 7-8 മണിക്കൂർ സമയം. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റാലേ ആ ഒരു പ്രകൃതിയുടെ താളക്രമത്തെ നമ്മൾ തെറ്റിച്ച് ഇല്ലാത്ത രോഗങ്ങൾ, ശാരീരിക രോഗങ്ങളും എല്ലാ സമ്മർദ്ദ രോഗങ്ങളും നമ്മൾ വരുത്തി വെക്കുകയാണ്. സോ 5 to 12 years എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു കാലഘട്ടമാണ്. അടുക്കും ചിട്ടയും ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ട ഒരു സമയം. ഇപ്പം നാളെ ജൂൺ 1, 2 മുതൽ ഇവിടുന്ന് എല്ലാവർക്കും തീരുമാനിക്കാവുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ടിരിക്കുക. ചെയ്യാവുന്ന ഒരു കാര്യം, കുറച്ചുകൂടെ അടുക്കും ചിട്ടയായിട്ട് നമ്മൾ പോകാൻ നോക്കണം. ഇന്ന സമയത്ത് അത് എണീറ്റാലേ രാത്രി വന്ന് കുളിച്ച് എത്ര ക്ഷീണമാണെങ്കിലും ശരിയല്ലേ, അതുപോലെയുള്ള എക്സെപ്ഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ വന്ന് അവനവൻ്റെ സാധനമൊക്കെ അടുക്കി പറിച്ച് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഭക്ഷണമുറിയിലിരുന്നേ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്നൊരു നിയമം വെക്കണം. അല്ലാതെ തോന്നുന്നത് എൻ്റെ ഇങ്ങനെ അന്നേരം പറഞ്ഞ് അതുകൊണ്ട് ഒരു റൂമിൽ പോയി അവിടെ അടച്ചിരുന്ന് ചെവിയിൽ ഇതും വെച്ചുകൊണ്ടിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിട്ടയില്ല. ചിട്ടയില്ലാത്ത ഒരു ജീവിതവും നന്നാകത്തില്ല. അതിന് കോച്ചിങ് ക്ലാസ് വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അവർ 5 to 12 years ഈസ് സോ ക്രൂഷ്യൽ. നമ്മുടെ തലച്ചോറിൻ്റെ അടുക്കും ചിട്ടയാണ്. പിന്നെ 12 വയസ്സ് കഴിയുമ്പം നമ്മൾ കുട്ടികൾക്ക് അവരുടേതായ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യണം. തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലും ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും അടിച്ച് കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കുക, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ MBBS നല്ല എൻട്രൻസ് റാങ്ക് മേടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് വരുന്ന പല ആൾക്കാർക്ക് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നല്ല മിടുക്കരാണ്, നല്ല ഇൻ്റലിജൻ്റാണ്, പക്ഷേ അഭിരുചിയില്ല. അഭിരുചിയില്ലാത്ത ആൾക്കാർ ഏതെങ്കിലും ഒരു കോഴ്സിലൊക്കെ, അത് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ നഴ്സിങ്ങോ കോമേഴ്സോ എന്തുമാകട്ടെ, അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യണം. വീടിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ്, ചില കാര്യങ്ങൾ അവരെ കൊണ്ട് ഷെയർ ചെയ്യിക്കണം. സോഷ്യലൈസ് ചെയ്യണം, സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാവണം. മുതിർന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു രൂപപ്പെടുത്തൽ, ഒരു ഗ്രൂമിങ് നടക്കണം. അപ്പോൾ പലപ്പോഴും കാണുന്നത് എൻട്രൻസ് എഴുതി പാസ്സായി അവിടെ വരുന്ന 18 19 വയസ്സായി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്താൽ ഫില്ല് ചെയ്യാൻ അറിയത്തില്ല. പേരൻസാണ് ഫില്ല് ചെയ്യുന്നത്. സ്വന്തം പിൻകോഡ് അറിയത്തില്ല, അഡ്രസ്സ് അറിയത്തില്ല. തന്നെ യാത്ര ചെയ്യാൻ കോട്ടയത്തുനിന്ന് മൂവാറ്റുപുഴയ്ക്കോ അല്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്കോ ഒരു ബസ്സേ കയറി യാത്ര ചെയ്യാൻ അറിയത്തില്ല.
അപ്പം ഇങ്ങനെയുള്ള ജീവിത നൈപുണ്യങ്ങളുടെ പരിശീലനങ്ങൾ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് 12 വയസ്സ് മുതൽ. അപ്പം നമ്മുടെ മുൻ തലമുറയിൽ നമ്മുടെ മാതാപിതാക്കൾ അത് തന്നിരുന്നു. എന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് പോയപ്പം നീ തന്നെ പോയാൽ മതിയെന്നാണ് പറഞ്ഞു. ഞാൻ തന്നെ ആദ്യമായിട്ട് ആർപ്പൂക്കര വരെ ചെല്ലുന്നത്, ബസ്സുമൊക്കെ കയറി അവിടെ ചെന്നപ്പോഴാണ്. അപ്പം അങ്ങനെ വിടാനായിട്ടുള്ളൊരു ധൈര്യമുണ്ട്. അതിൻ്റെ കൂടെ അകമ്പടി, ഇന്നിപ്പം വരുന്ന ഓരോ പിള്ളേരുടെ ഒരു 3-4 കാറെങ്കിലും കൂടെ കാണും, ബന്ധുക്കളും എല്ലാം കൂടെ ആയിട്ട്. അവിടെയെങ്കിലും വണ്ടി ഇടാൻ സമയമില്ല. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം 12-ാമത്തെ വയസ്സിൽ കർത്താവ് ദേവാലയത്തിൽ ഇരുന്ന്, എവിടെയാണ് ഇരുന്നത്? അവിടുത്തെ കടകളിലൊന്നും അല്ല ഇരുന്ന്, അവിടെ ഇരുന്ന് ശാസ്ത്രികളോടൊപ്പം വായിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവർ ഇൻ്റലക്ച്വൽ. ലൂക്കോസ് ആണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സൈക്യാട്രിസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് നല്ല യോഹന്നാൻ്റെ സുവിശേഷം നല്ലതെന്ന് അച്ഛന്മാരൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നല്ല മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളൊക്കെ ഉള്ളത്. സൈക്യാട്രിസ്റ്റ് ആയിരുന്നായിരിക്കണം പുള്ളി. അപ്പോൾ അദ്ദേഹം 12 വയസ്സിലെ ബാലനായ യേശുവിനെ ദേവാലയത്തിലെ അമ്മ ഇട്ടിട്ട് പോയത് അമ്മയുടെ ഇറസ്പോൺസിബിലിറ്റി ആയിട്ടൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ദാറ്റ് വാസ് അലോയിങ് ഇൻഡിപെൻഡൻസ് പിള്ളേർക്ക്. പക്ഷേ ഈ 12 വയസ്സ് വരെ മര്യാദയ്ക്ക് വളർത്തിയാലേ അതിനുശേഷം ആ സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതിനൊക്കെ ശേഷം ഈ ക്യാമ്പസുകളിലൊക്കെ വരുന്നത്, ഈ ചിട്ടപ്പെടുത്തലുകളൊക്കെ ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കൊക്കെ അവർ പെട്ടുപോകുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് ഇതാണ്. അവർക്ക് 17 വയസ്സോ 18 വയസ്സോ 20 വയസ്സോ ഒക്കെ കഴിയുമ്പോൾ അവർ പറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവർക്ക് വിങ്സ് ഉണ്ടാവണം. അത് വിദേശത്തായിരിക്കാം, നാട്ടിലായിരിക്കണം, വിദ്യാഭ്യാസം, ജോലി. പക്ഷെ ആ വിങ്സ് ഉണ്ടാകണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് റൂട്ട്സ് ഉണ്ടാകണമെന്നുള്ളതാണ്. റൂട്ട്സ് ആൻഡ് വിങ്സ്. വേരുകളില്ലാതെ ചിറകുകളുണ്ടായാൽ അവരെവിടെയെങ്കിലുമൊക്കെ നമുക്ക് ലോസ്റ്റ് ആവും. എവിടെ പറഞ്ഞാലും തിരിച്ച് എൻ്റെ ചില്ല ഇതാണ്, എൻ്റെ കൂടിതാണ് എന്ന് പറഞ്ഞ് അവിടെ വന്ന് കയറുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ റൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ വേരുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, പറക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുക. റൂട്ട്സ് ആൻഡ് വിങ്സ് അത് കൊടുക്കാനായിട്ട് നമുക്ക് വരണം. അപ്പം കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ, ഞാൻ പറഞ്ഞു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ലഹരിയെപ്പറ്റി പറഞ്ഞു. അതുപോലെ മാരകമായിട്ടുള്ള ലഹരികളെല്ലാം നമ്മുടെ സമൂഹത്തിൽ അവൈലബിളാണ്, എല്ലായിടത്തും ഉണ്ട്. കണ്ണ് തെറ്റിയാൽ അതെല്ലായിടത്തും എത്തും. ഏത് സ്കൂളിലും എത്തും, ഏത് വീട്ടിലും എത്തും, എവിടെ എത്തും. അപ്പോൾ ഇത് നമ്മൾ അതീവ ജാഗ്രത വേണം. എന്ന് വെച്ചാൽ കുട്ടികളെ നമ്മൾ ഫുൾ ടൈം ഡിറ്റക്റ്റീവുകളായിട്ട് നിരീക്ഷിക്കണം. അവരുടെ ബാഗ് എല്ലാ ദിവസവും പരിശോധിക്കണം. അവരുടെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് വർക്കിനെ പറ്റിയൊന്നും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഒരു ജാഗ്രത വേണം കുട്ടികൾക്ക്. ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനുണ്ടാക്കുന്ന ഡാമേജ്, അത് പെർമനൻ്റായിട്ടുള്ള ഒരു ഡാമേജിലേക്ക് പോകാം. ഞങ്ങളുടെ മെയിൽ വാർഡിൽ 30 ബെഡുള്ളതിൽ 24-25 പേരും ലഹരി പദാർത്ഥങ്ങളുടെ പ്രശ്നമായിട്ടുണ്ടായിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസ്. അത് നമുക്ക് പുറത്ത് ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖവും കിഡ്നിയുടെ അസുഖവും ഒക്കെ അല്ലെങ്കിൽ ക്യാൻസറൊക്കെ വരുമ്പോൾ അതിന് വലിയ ഒരു പബ്ലിസിറ്റി കിട്ടും. പക്ഷേ മെൻ്റൽ ഡിസോർഡേഴ്സ് വരുമ്പോൾ ആരും അത് പബ്ലിസിറ്റി കൊടുക്കാറില്ല. ആരും നമ്മളത് കൊടുക്കണമെന്നല്ല. പക്ഷേ അത് ഞാൻ പറയുന്നത് ഡേറ്റ അവിടെ വന്ന് കാണാനായിട്ട് സ്വാതന്ത്ര്യമില്ല. കാര്യം അതിന് പ്രൈവസി ഒക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനത്തെ ലഹരി പദാർത്ഥം, പണ്ടൊക്കെ ലഹരി പദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ 40 വയസ്സിന് മുകളിലേക്കുള്ളവരിലൊക്കെയാണ്. ഇപ്പം 15 വയസ്സുകാരും 12 വയസ്സുകാരും 18 വയസ്സുകാരും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ജാഗ്രത എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് യൂസ് നോ. നമ്മുടെ വീടുകളിലൊന്നും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം, ഇതൊക്കെ സോഷ്യലായിട്ടുള്ള ഉപയോഗിക്കാനായിട്ടുള്ളൊരു വന്നു കഴിഞ്ഞാൽ കുട്ടികളത് മോഡൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എൻട്രിയാണ് കുഴപ്പം. ഫസ്റ്റ് എൻട്രി കഴിയുമ്പം തലച്ചോറിലേക്ക് അതിൻ്റെ സ്വാധീനം വീണ്ടും വരും. നമ്മളറിയാതെ തന്നെ മിടുക്കനായിരിക്കാം, മിടുക്കിയായിരിക്കാം, അതിലേക്ക് സ്ലിപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി തന്നെ നമ്മൾ ആദ്യത്തെ എൻട്രി ഗേറ്റിൽ തന്നെ തടയേണ്ട ഒരു കാര്യമാണ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഇനി അഥവാ ആരെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ കലാപം ഉണ്ടാക്കുകയും വീട്ടിലൊരു വലിയ ലഹള ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ള പ്രവണതയോ ആരെങ്കിലും നമ്മൾ കുട്ടികളിലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനം, കുറ്റപ്പെടുത്തുകയോ വിസ്തരിക്കുകയോ ചെയ്യാതെ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ചികിത്സ കൊടുത്താൽ ഈ ഇതിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അടിസ്ഥാനം, നമ്മളൊരു ദേവാലയത്തിൽ നിന്നാണ് ഇതിൽ സംബന്ധിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ സംബന്ധിക്കുന്നത്. നമ്മളീ പറഞ്ഞ ശാസ്ത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറഞ്ഞത് തന്നെയാണ് കാര്യം. നമ്മുടെ മാമോദിസായിലും വിശുദ്ധ മൂറോനിലും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ദൈവാത്മാവുണ്ട്, ഹോളി സ്പിരിറ്റുണ്ട്.
അത് ഓരോ കൂതാശയിലും ഓരോ ആരാധനയിലും അത് എൻറിച്ചിങ് ആണ്. നമ്മൾ ടോപ്പപ്പ് ചെയ്യുകയാണ്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടോപ്പപ്പ് ചെയ്യുകയാണ്. ആ ടോപ്പിംഗ് അപ്പ് ആണ് ഓരോ ദിവസത്തെ കുർബാനയിൽ നടക്കുന്നത്, ഓരോ ദിവസത്തെയും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നടക്കുന്നത്. നമ്മൾ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ ഈ പറഞ്ഞ ഒന്നും വേറെ ഒരു സ്പിരിറ്റും അവിടെ കയറത്തില്ല. അപ്പം അതിന് ഒരു വലിയ പവർ ഹൗസുകളാണ് നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ആരാധനകൾ. കണക്റ്റ് വർഷിപ്പ്, അതാണ് ഓർത്തഡോക്സ് ആരാധനയുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ ഇറ്റ്സ് വെരി പവർഫുൾ വർഷിപ്പ്. അതിനോട് കണക്ട് ചെയ്യുക. ആ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവാഹം അവിടെ നടക്കുമ്പോൾ വേറെ ഒരു സ്പിരിറ്റും അവിടെ പ്രവഹിക്കത്തില്ല. അതിനുള്ളൊരു വലിയ ഊർജം നമ്മുടെ വിശുദ്ധ മദ്ബഹായിലുണ്ട്, കൂദാശകളിലുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളിലും ക്രമങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുട്ടികളും നമ്മൾ ഒന്നുകൂടെ റീകണക്ട് ചെയ്യുക. കുടുംബ പ്രാർത്ഥനകളും മറ്റ് നോമ്പനുഷ്ഠാനങ്ങളും എല്ലാം ഈ ജൂൺ 1 എന്ന് പറയുന്ന ഒരു ദിവസത്തെ നമ്മളൊരു ആനുവൽ റിങ്ങിൻ്റെ തുടക്കമാക്കി മാറ്റി, പെന്തിക്കോസ്തി അതിൻ്റെ ഒരു തുടക്കമാക്കി മാറ്റി നമ്മൾ റീചാർജ്, റീഫ്യൂവൽ, ടോപ്പപ്പ്, അതിനായിട്ട് നമുക്ക് ഈ ചിന്തകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. 2-3 മിനിറ്റ് സമയം അധികം എടുത്തു. എനിക്ക് ഇങ്ങനൊരു അവസരം ഇവിടെ കിട്ടിയതിൽ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു അധിക ചുമതല ഏറ്റെടുത്തതിന് ശേഷം എനിക്കിങ്ങനെ ഇവിടെ വരാൻ പറ്റിയത് എൻ്റെ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതിന് നിമിത്തമായി എന്നെ ക്ഷണിച്ച അച്ഛനോട് നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ദൈവാനുഗ്രഹം. ബഹുമാനപ്പെട്ട വൈദ്യരെ, പറീസ് പുന്നൂസ് സാറെ, ഇടവാങ്ങളെ, കൊച്ചുകുട്ടികളെ, വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ പറീസ് പുന്നൂസ് സാറ് നമ്മുടെ അയൽവാസിയാണ്. സാറിന് നമ്മുടെ സഭയുടെ ഒരു അഭിമാനമായിട്ട് ഒരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ എന്നുള്ള സ്ഥാനം നമ്മുടെ സഭയ്ക്ക് തന്നെ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സാർ ഇവിടെ വരികയും സാറിനെ ആദരിക്കാനായിട്ട് നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകൾ ആരംഭിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുട്ടികളുണ്ടെങ്കിലേ ഉള്ളൂ അടുത്ത കുടിയേറ്റപ്പള്ളി ഇവിടെ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ കുട്ടികളെ നല്ല നിലയിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇവിടെ നമുക്ക് ലഭിച്ചതെന്ന് കരുതുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട പറീസ് പുന്നൂസ് സാറിനെ ഇടവകയുടെ പേരിലും 2 സൺഡേ സ്കൂളിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ വികാരിയച്ഛൻ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇതുപോലെ ഭംഗിയായിട്ട് നടക്കാണ്ട് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വികാരിയച്ഛനാണ്. വികാരിയച്ഛനോട് കുര്യൻ തോമസ് കരിപ്പാൽ കോർപ്പിസ്കോപ്പ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും എല്ലാവർക്കും വേണ്ടി അറിയിക്കുന്നു. നമ്മുടെ സഹവികാരി ഇന്ന് നമ്മുടെ കൽപ്പന വായിച്ചപ്പോൾ സത്യം പറയാൻ ഞാനൊക്കെ ഞെട്ടിപ്പോയി. സന്തോഷത്തിനോട് കൂടെ ദുഃഖമുണ്ട്. അപ്പം സഹവികാരി ജോജി അച്ഛന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി, 2 സൺഡേ സ്കൂളിലെയും അധ്യാപകരെ, കുട്ടികളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ യൂറി സൂര്യൻ പറഞ്ഞതുപോലെ രാവിലെയാണ്